തിരുവനന്തപുരത്ത് ഗതാഗതം തടസ്സപ്പെടുത്തി വേദി നിർമ്മിച്ച് പരിസ്ഥിതി ദിനാഘോഷം നടത്തിയത് വിവാദമായി. തിരുവനന്തപുരം നഗരസഭയുമായി ചേർന്ന് പുനർജനി എന്ന സംഘടനയാണ് പരിപാടി സംഘടിപ്പിച്ചത്. എന്നാൽ പരിപാടിയുമായി നഗരസഭയ്ക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് മേയർ വി രാജേഷ് പ്രതികരിച്ചു. അപ്പോഴും പരിപാടിയുടെ ഫ്ലെക്സിൽ നഗരസഭയുടെ ലോഗോ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്ന ചോദ്യത്തിന് മേയർ ഉത്തരം നൽകിയില്ല. പരിപാടിയുടെ നോട്ടീസിലും മേയറുടെ പേരുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് കാണാൻ ശേഷം വാർത്തകൾ ഇതുവരെ അക്ഷയ ചേരും. നമസ്കാരം. തിരുവനന്തപുരം മുപ്പുലാമൂട് പാലത്തിൽ നിന്ന് തകരപ്പറമ്പിലേക്ക് പോകുന്ന വഴിയിലെ ഗതാഗതം ഒരു ഭാഗത്ത് തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് പുനർജനി എന്ന സംഘടന നടത്തിയ പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ പരിപാടി ഇത്തരത്തിൽ ആ പരിപാടിയുടെ വേദി അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നഗരസഭയുമായി സഹകരിച്ചുകൊണ്ടുള്ള പരിപാടിയാണെന്ന് സംഘാടകർ ആവർത്തിക്കുന്നുണ്ട്. ഒപ്പം ആ പരിപാടിയുടെ ഫ്ലെക്സിൽ നഗരസഭയുടെ ലോഗോയും കാണാം. അതുകൊണ്ട് തന്നെ നഗരസഭ ഇതിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടേ എന്ന ചോദ്യമാണ് ആ ഘട്ടത്തിൽ മാതൃഭൂമി ന്യൂസ് ഉന്നയിച്ചത്. എന്നാൽ ഒരു ഉത്തരവാദിത്വവും മേയർക്കോ നഗരസഭയ്ക്കോ ഇല്ല എന്ന മറുപടിയായിരുന്നു വി രാജേഷിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. കോർപ്പറേഷൻ അത്തരത്തിലൊരു പരിപാടി തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ കോർപ്പറേഷനിൽ അന്വേഷിച്ച് നോക്കുക. ഞങ്ങളൊരു പരിപാടി തീരുമാനിച്ചെങ്കിൽ ഞങ്ങളുടെ ഒരു ഘടകത്തിൽ ചർച്ച ചെയ്യണം, മിനിറ്റ്സിൽ രേഖപ്പെടുത്തണം, കോർപ്പറേഷൻ അതിന് ഫണ്ട് അനുവദിക്കണം, കോർപ്പറേഷൻ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തണം, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ ചുമതലപ്പെടുത്തണം. അതൊക്കെ രേഖകളിലുണ്ടാകും. ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് അന്വേഷിക്കും. നഗരസഭയ്ക്ക് ഈ നടന്ന പരിപാടിയുമായി ബന്ധമില്ലെങ്കിൽ പിന്നെ എങ്ങനെ നഗരസഭയുടെ ലോഗോ ആ ഫ്ലെക്സിൽ ഉണ്ടാകും എന്നുള്ളത് ചോദ്യമായി ബാക്കി നിൽക്കുകയാണ്. ഇതിന് ഉത്തരം പറയേണ്ടത് മേയറാണ്. ഈ പരിപാടിയെപ്പറ്റി യാതൊരു അറിവുമില്ല എന്ന് പറയുന്ന മേയർ എന്നാൽ ഈ പരിപാടിയുടെ ആദ്യഘട്ടത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു മാതൃഭൂമി ന്യൂസ് തന്നെ. വൃക്ഷാകരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് മേയർ പങ്കെടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ വിവാദമായ പരിപാടിയുടെ നോട്ടീസിൽ അധ്യക്ഷ സ്ഥാനത്തുള്ളത് മേയറുടെ പേര് കൂടിയാണ്. അപ്പോൾ എന്തായാലും മേയർ അറിയാതെയാണോ ഈ പരിപാടി നടന്നത് എന്ന വാദം അപ്പോൾ നിലനിൽക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് പരിപാടിയുടെ അറിയിപ്പ് മേയർ ഉൾപ്പെടെ അടങ്ങുന്ന മേയറുടെ മീഡിയ ഗ്രൂപ്പുകളിലും രാവിലെ മുതൽ പ്രചരിച്ചിരുന്നു. അതുകൊണ്ട് ഈ പരിപാടിയെപ്പറ്റി തനിക്ക് അറിയില്ലായിരുന്നു എന്ന് മേയർക്ക് എങ്ങനെ പറയാൻ കഴിയുമെന്ന ചോദ്യം പ്രസക്തമായി നിൽക്കുകയാണ്. പരിപാടി വിവാദമായതിനു പിന്നാലെ സംഘാടകരും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ മേയർക്കും നഗരസഭയ്ക്കും അറിവുള്ള പരിപാടിയാണ്. ഏറ്റവും പ്രധാനമായി ഈ പരിപാടി വിവാദമായതോടെയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ മേയർ വി രാജ പ്രദേശത്തുമായി ഇടപെടാനുള്ള ഉത്തരവാദിത്തമില്ലേ എന്ന ചോദ്യമാണ് ആ ഘട്ടത്തിൽ മാതൃഭൂമി ന്യൂസ് ഉന്നയിച്ചത്. അതിപ്പോഴും ആ ചോദ്യമായി ബാക്കി നിൽക്കുകയാണ്. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.